ടൗണിൽ കൂടെ ലോറികൾ പോകുന്ന സ്പീഡ് കണ്ടില്ലേ, അത് 60 കിലോമീറ്റർ. അതിന് മുമ്പ് പോയത് 80 കിലോമീറ്റർ സ്പീഡിലാണ് പോയത്. ഇതിൽ സ്പീഡ് ഗവർണർ എന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ്. സ്പീഡ് ഗവർണർ ഇട്ട വണ്ടി ഒന്നും ആ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഈ സ്പീഡ് ഓക്കെ ആണ്. ഇതിന് മുമ്പ് പോയ ലോറിയുടെ സ്പീഡ് ഗവർണർ ഇട്ട വണ്ടി പോകില്ല. നല്ല മഴയായിട്ട് കുറച്ച് ദിവസമായിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോളിനെ കൊണ്ട് വന്ന അന്നത്തെ ദിവസം തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ എത്ര തിങ്കൾ ചൊവ്വയാണ്. ശരിക്കും മഴക്കാലത്തെ ആളുകൾ സ്പീഡ് കുറയ്ക്കണം. പക്ഷെ നോർമലി ഞാൻ കണ്ടേക്കുന്ന മിക്ക ആളുകളും സ്പീഡ് കൂട്ടും. ടൂ വീലറുകാർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നുകൊണ്ട് സ്പീഡ് കൂട്ടി വേഗം മഴയിൽ നിന്ന് വീട്ടിലെത്താന്നുള്ള രീതിയിൽ ഓടിക്കുക. അത് വലിയ പ്രാക്ടിക്കലല്ല. കാരണം അത് അപകടങ്ങളുണ്ടാക്കും. ശരിക്കും നമ്മൾ സാധാരണ 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകണമെങ്കിൽ മഴയത്ത് 40 കിലോമീറ്ററിലേക്ക് ഡൗൺ ചെയ്യണം. 60 പോകണമെങ്കിൽ 50 ഡൗൺ ചെയ്യണം. ഒരു 10 കിലോമീറ്റർ ഡൗൺ ചെയ്താണ് മഴക്കാലത്ത് ഓടിക്കാൻ പോകുന്നത്. BMW ചെറിയ വണ്ടികളൊക്കെ വളരെ കോമൺ ആയി. ഇപ്പോൾ ഏത് BMW ബെൻസിൻ്റെ ഒക്കെ ചെറിയ വണ്ടികൾ, അതായത് 3 സീരീസ്, മറ്റേ ബെൻസിൻ്റെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയുടെ വേറെ BMW വണ്ടിയുടെ BMW 3 സീരീസ്, ബെൻസ്, അതുപോലെ തന്നെ മറ്റേ ഏറ്റവും 3 സീരീസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബെൻസ്, അതിൻ്റെ പേര് പറഞ്ഞത്. ഓഡി ഉണ്ട്, Q3 ആണെന്ന് തോന്നുന്നു. അങ്ങനെ കോലഞ്ചേരിയിൽ പ്രത്യേകിച്ച് നൈറ്റിൽ ആളുകൾ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കാറുണ്ട്. കാരണം റോഡിൽ തന്നെ ഇവിടെ വീതിയുണ്ട്. നൈറ്റ് ഏരിയ സമയത്ത് സൈഡിൽ വണ്ടികളൊന്നും പാർക്കിംഗ് ഉണ്ടാവില്ല, അപ്പോൾ വീതി കൂടുതലായിരിക്കും.
ശരിക്കും ഇങ്ങനെയുള്ള ടൗൺ ഏരിയ ഇവിടെ ഈ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ സിഗ്നൽ ഇല്ലാത്ത, ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സിഗ്നലും മെഡിക്കലിൻ്റെ ഇവിടെ ഒരു സിഗ്നലും ഉണ്ടെങ്കിൽ ഒരു 90% ഇഷ്യൂസ് ക്ലിയർ ആവും. മെയിൻ പ്രശ്നം ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതാണ്. ഞാൻ കണ്ടിടത്തോളം ഒരു കൂടുതൽ ഒരു ആക്സിഡൻസും ഒഴിവായേനെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്നെങ്കിൽ. ഒരുപാട് ആക്സിഡൻസ് ഒഴിവായേനെ. കാരണം എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ക്ലെയിം ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പോൾ അത്രയും ഒരു ട്രാഫിക് സിഗ്നലിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ സേവ് ചെയ്യണ രാജ്യത്തിന് വേണ്ടി ഒരു ട്രാഫിക് ലൈറ്റ്. കാരണം ഇവിടെ തന്നെ അതെ ഇപ്പോൾ ഇവിടെ തന്നെ ആ ജംഗ്ഷനിലേക്ക് നോക്കിയാൽ, ഫ്രണ്ടിലുള്ള ജംഗ്ഷനിലേക്ക് നോക്കിയാൽ, ആ സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ബസ് നിൽക്കുന്ന ജംഗ്ഷനിൽ എത്രയോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഇവിടെ നിന്നുള്ള വണ്ടി അങ്ങോട്ട് പോകുന്നു, ഇവിടെ ഈ സൈഡിൽ നിന്നുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ എല്ലാ സൈഡുകളിലും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഇതിലും അതെ. ഈ ഇവിടെ നിന്ന് 1, 2 ഇത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം ഒരു ജംഗ്ഷൻ ഉണ്ട്. ശരിക്കും ഇവിടെ 3 ഏരിയയിൽ ട്രാഫിക് ലൈറ്റ് വേണ്ടി വരും. കടയിരിപ്പിലേക്ക് വണ്ടി തിരിയണോടത്ത്, തമ്മാനൂരത്തേക്ക് വണ്ടി തിരിയണോടത്ത്, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിയണോടത്ത്, ഈ 3 സ്ഥലത്തും ട്രാഫിക് ലൈറ്റ് വേണ്ടി വരും ഇവിടെ കൊല്ലം ജില്ലയിൽ.